അവൻ ഫ്രാൻസിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും വേഗതയുള്ള ഓഫീസറുമായിരുന്നു. കണ്ണടയിട്ട് മെഷീൻ ഗൺ അസംബിൾ ചെയ്യാൻ ആണെങ്കിൽ അവൻ വെറും 5 സെക്കൻഡ് മതി. ഒരു പ്രാവശ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിലേക്ക് കയറാനുള്ള ചലഞ്ച് കിട്ടി. ആരും പറയാതെ അവൻ വെറും ഒരു ഹൈടെക് ഗ്ലൗസ് ജോഡി മാത്രം ധരിച്ച് നേരെ 120-ാമത്തെ നിലയിലേക്ക് കയറാൻ തുടങ്ങി. പക്ഷേ ഭാഗ്യം ഒപ്പം നിന്നില്ല. കാൽ വഴിയിൽ ഗ്ലൗസ് പണി നിർത്തി. മുകളിലോട്ട് ആരും കേൾക്കുന്നില്ല, സഹായിക്കാൻ ഒരാളുമില്ല. മിണ്ടാതെയും ഭയമില്ലാതെയും അവൻ തന്റെ ശരീരം മതിലിൽ ചേർത്ത് പതിയെ കീഴോട്ട് ചെരിഞ്ഞു തുടങ്ങി. വിശ്വസ്തതയുടെ കാര്യത്തിൽ അവൻ പോരായ്മയൊന്നുമില്ലായിരുന്നു. ഒരു ട്രെയിനിങ്ങിനിടയിൽ അവനെ 2 മണിക്കൂറിലധികം കഠിനമായി പീഡിപ്പിച്ചു. എന്തായാലും അവൻ ഒറ്റ വാക്കുപോലും പറഞ്ഞു ഇല്ല. റെക്കോർഡ് ബ്രേക്കിംഗ്. ടീം ലീഡർ അംബരെന്ന് ചോദിച്ചു. ഇത് എങ്ങനെ സാധിച്ചു? അവൻ നിരപരാധിയായി ചിരിച്ചു പറഞ്ഞു. നിങ്ങൾ എനിക്ക് സീക്രട്ട് കോഡ് തന്നില്ലല്ലോ. അടുത്ത ദിവസം ടീം ലീഡർ പുതിയ എക്വിപ്മെന്റിനെ കുറിച്ച് വിശദമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കെട്ടിടത്തിൽ അലാറം മുഴങ്ങി. അവർ എല്ലാവരും പുറത്ത് ഓടി. ഗ്രൗണ്ടിൽ ഒരു ടൈമർ ബോംബ് വെച്ചിരുന്നതായിരുന്നു. 1 സെക്കൻഡിന്റെ പോലും വൈകിപ്പിച്ചാൽ ജീവൻ ഭീഷണിയാകാം. അതേസമയം അവൻ മുന്നോട്ട് വന്നു. ബോംബ് എടുത്ത് ഓടിത്തുടങ്ങി. പക്ഷേ ഓടിക്കൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കി. അയ്യോ, ബോംബ് അവിടെ തന്നെ വീണുകിടക്കുന്നു. ടൈമർ തീർന്നു. ഭാഗ്യവശാൽ അത് വെറും ഒരു ഡ്രിൽ മാത്രമായിരുന്നു. പക്ഷേ അവന്റെ ഈ പെരുമാറ്റം കണ്ട കമ്മീഷണർ ബുദ്ധിമുട്ടിപ്പോയി. നീ ജീവിതത്തിൽ എന്ത് ചെയ്യുകയാണ്? അവനെ വീട്ടിലേക്ക് അയച്ചു. ഒരു ഉപദേശം പോലെയായിരുന്നില്ല, ഒരു ശിക്ഷ പോലെ.